നിസ്കാരാനന്തരമുള്ള ദിക്റിന് ദുആഇന് എടുക്കാതെ പോകുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദ്യങ്ങൾ ചോദിച്ചത് കാണാം. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് അത് വിഷയമാക്കുന്നില്ല. ഇരിക്കാൻ സുഹൃത്തെ നിനക്ക് അവിടെ സമയമില്ലാന്ന് കുട്ടിക്കോ, എന്നാ പോകുന്ന പോക്കിലും ദിക്ർ നീ വിടണ്ട. സുന്നത്ത് ഒഴിഞ്ഞു പോകൂല. ദിക്ർ ലാസിമാക്കണം, പതിവാക്കണം. ഇത്ര കൊല്ലം നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് ശേഷം ഒരു ദിക്റും മുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ സലാം വീട്ടി എണീറ്റ് പോയാൽ പിന്നെ നമ്മളെ മക്കള് അടുത്തൊരു തലമുറ കാണുന്ന കാഴ്ച ഇതാണ്. പഴയകാലത്തെ ഉപ്പാപ്പമാര് അവര് ജമാഅത്തിന് നേതൃത്വം നൽകുന്നു. നമ്മളെ പൊരയിലെ വല്യപ്പമാര് വല്യമ്മമാര് പൊരയിലെ ദിക്റിന് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്നു. വല്യമ്മമാര് പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വല്യപ്പ നിസ്കാരം കഴിച്ചിട്ട് ഒരാളെ എണീറ്റ് പോകുകയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ താളം കാട്ടിയിരിക്കാൻ പറയും. ദിക്ർ മുഴുവനും ചൊല്ലി തീർത്തിട്ട് പറയും എങ്ങോട്ടാ പോകുന്നത്. ചെറിയ തിരക്കുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിക്റിന് കൂടുതൽ സമയം വേണ്ട, ചുരുങ്ങിയ സമയമേ വേണ്ടൂ. കൂടുതൽ ദ്വാരക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നിട്ടൊരു സ്വലാത്തും ഹംദും ചൊല്ലണം. കാരണം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ അല്ലാഹു ഖുർആനിൽ പ്രത്യേകം കൽപ്പിച്ചതാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരം കഴിഞ്ഞാൽ നീ പ്രാർത്ഥനയിൽ മുഴുകണേ. ആ പ്രാർത്ഥന നടത്തുമ്പോ നിന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം, അള്ളാഹുവിലേക്ക് തിരിക്കണം, അള്ളാഹുവിലേക്ക് ആശിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാതെ പോകരുത്. അത് എത്ര തിരക്കാണെങ്കിലും ദ്വാരക്കാതെ വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന് ദിക്റിന് നിൽക്കാതെ പോകുന്ന ആളോട് കർശന ഭാഷയിലല്ലേ തങ്ങൾ ചോദിച്ചത്, അലൈസ ലക ഫില്ലാഹി ഹജാ. അള്ളാനോടൊന്നും ചോദിക്കാനല്ലേ എങ്ങോട്ടേ മണ്ടുന്നത്, എങ്ങോട്ട് ഓടിപ്പോകുന്നത്. അലൈസ ലക ഫില്ലാഹി ഹജാ, അള്ളാഹുവിനോട് ഒരു ആവശ്യം ചോദിക്കാനില്ലേ? ഗൗരവത്തിലാണ് തങ്ങൾ ചോദിക്കുന്നത്. ദുആഇന് ദിക്റിന് നിൽക്കാതെ പോകുന്ന ആളോട്. അതുകൊണ്ട് ദിക്റുല്ലാഹി തആല എല്ലാ സന്ദർഭങ്ങളിലും ലാസിമാക്കുക.